എറണാകുളം റൂറൽ എസ്.പി ഓഫീസിലെ ഫോൺ വിളി വിവാദത്തിൽ പരാതിക്കാരനായ പോലീസുകാരനെതിരെ നടപടിയെടുക്കും. ഫോൺ വിളിച്ച പോലീസുകാരനിൽ അച്ചടക്ക ലംഘനം നടത്തി എന്നാണ് വിലയിരുത്തൽ. എസ്.പി ഓഫീസിലെ ഫോണിൽ വിളിച്ച് പ്രകോപനമുണ്ടാക്കി ഓഡിയോ സന്ദേശം പുറത്തുവിടുകയായിരുന്നു പരാതിക്കാരന്റെ ലക്ഷ്യം. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ഉണ്ടാവുക. സാറേ, ഞാൻ പെരുമ്പാവൂര് ട്രാഫിക് സ്റ്റേഷനിലായിട്ട് അവിടെ നിന്ന് കളമശ്ശേരിയിൽ നിന്ന് അറ്റാച്ച് ചെയ്ത് ഇപ്പോൾ ട്രാഫിക് ഡ്യൂട്ടി ചെയ്യുന്ന പോലീസുകാരനാണ്. സാറേ, ഞങ്ങൾ 3 പേരാണ് അറ്റാച്ച് അവിടെ പോയത്. അപ്പൊ അതിൽ ഒരാൾക്ക് ജാക്കറ്റ് കിട്ടിയിട്ടില്ല, റിഫ്ലക്ടർ ജാക്കറ്റ് ഇല്ല. അപ്പൊ ഇന്ന് ഡ്യൂട്ടി ഉള്ളതാണ്, നല്ല തിരക്കുള്ള സമയമാണ്. എനിക്ക് ജാക്കറ്റ് ഇല്ലാണ്ട് ഡ്യൂട്ടി ചെയ്യാൻ അല്ല വണ്ടിയും വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. അത് ട്രാഫിക് സ്റ്റേഷനിൽ വിളിച്ച് ട്രാഫിക് സ്റ്റേഷനിൽ ഇല്ല. അപ്പൊ പിന്നെ ഇതിന്റെ അണ്ടർ എല്ലാ SP അല്ലേ ഇതിന്റെ പറയുന്നത്? അങ്ങോട്ട് കേക്കടോ. താൻ SP അവിടെ കൊണ്ടുവന്ന് ഇയാൾക്ക് ജാക്കറ്റ് തരുമോ? അങ്ങോട്ട് പറയുന്നത് മനസ്സിലാക്ക, പറയുന്നത് അങ്ങോട്ട് മനസ്സിലാക്കൂ. താങ്കൾ ഒരു പോലീസുകാരനല്ലേ? ഏത് തെണ്ടിയെ വിളിക്കണെന്ന് അതിപ്പോ ഞാൻ കേട്ടൂല ഫോണില്. അതെന്ത് വർത്താനം പറഞ്ഞേ? ഏത് തെണ്ടിയെ വിളിക്കണെന്ന്? അങ്ങനെയാണോ SP ഓഫീസിലായിട്ട് വിളിക്കുമ്പോൾ നിങ്ങൾ സംസാരിക്കേണ്ടത്? നിതിൻ സേവ്യർ ചേർന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. നിതിൻ, നമ്മൾ ഈ ഓഡിയോ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടതാണ്. ഈ തെറിവിളി കേട്ടയാൾക്ക് അല്ലെങ്കിൽ അസഭ്യവർഷം കേട്ടയാൾ എങ്ങനെയാണ് ഇപ്പോൾ പ്രതിക്കൂട്ടിലാകുന്നത്? എന്താണ് സംഭവിച്ചത്? ഈ ഓണത്തോടനുബന്ധിച്ച് പെരുമ്പാവൂർ നഗരത്തിൽ സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് ട്രാഫിക് ഡ്യൂട്ടിക്കായി നിയോഗിക്കപ്പെട്ട കളമശ്ശേരി AR ക്യാമ്പിലെ ഉദ്യോഗസ്ഥനാണ് തന്നെ അസഭ്യം പറഞ്ഞുവന്ന് SP ഓഫീസിൽ വിളിച്ചപ്പോൾ തന്നെ അസഭ്യം പറഞ്ഞുവന്ന് SPക്ക് പരാതി നൽകിയിരുന്നത്. ഈ പരാതിയിൽ ഈ ഓഡിയോ സന്ദേശം പുറത്തു വന്നതിന് പിന്നാലെ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ SP ഉത്തരവിടുകയും ചെയ്തിരുന്നു. പക്ഷേ വിളിച്ച പോലീസുകാരനെതിരെ തന്നെ നടപടിയെടുക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. ഈ ഫോൺ വിളിച്ച പോലീസുകാരനിൽ നിന്നും അച്ചടക്ക ലംഘനം ഉണ്ടായി എന്നാണ് പോലീസിന്റെ വിലയിരുത്തൽ. SP ഓഫീസിലെ ഫോണിൽ വിളിച്ച് പ്രകോപനമുണ്ടാക്കി ഓഡിയോ സന്ദേശം പുറത്തുവിടുക, വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിക്കുക എന്നതായിരുന്നു പോലീസുകാരന്റെ ലക്ഷ്യമെന്നാണ് ഇപ്പോഴത്തെ നിഗമനം. ഒപ്പം തന്നെ പോലീസുകാരൻ വിളിക്കേണ്ടിയിരുന്നത് ട്രാഫിക് SHO അല്ലെങ്കിൽ പെരുമ്പാവൂർ ASP എന്നിവരെയായിരുന്നു. അതിന് പകരം SP ഓഫീസിലേക്ക് നേരിട്ട് വിളിച്ചത് പ്രകോപനമുണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയായിരുന്നു എന്നാണ് ഇപ്പോൾ പോലീസുകാർ പറയുന്നത്. ഏതായാലും സ്പെഷ്യൽ ബ്രാഞ്ചിനോട് അന്വേഷണ റിപ്പോർട്ട് വേഗത്തിൽ തന്നെ സമർപ്പിക്കാൻ SP ഉത്തരവിട്ടിട്ടുണ്ട്. ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനായ പോലീസുകാരനെതിരെ നടപടിയെടുക്കാനാണ് നിലവിൽ നീക്കം. ഇപ്പോൾ പുറത്തുവിട്ട ഈ ഓഡിയോയിൽ, ഇപ്പോൾ നമ്മൾ കേട്ട ഈ ഓഡിയോയിൽ പ്രകോപനപരമായി ഒന്നും അദ്ദേഹം സംസാരിക്കുന്നത് നമ്മൾ കേൾക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാഗം, ക്ലിയറായ ഭാഗം മാത്രം പുറത്തുവിട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. ഈ ഓഡിയോ സന്ദേശം അദ്ദേഹം എഡിറ്റ് ചെയ്താണ് പുറത്തുവിടുന്ന കാര്യത്തിൽ നിലവിൽ നമുക്ക് വ്യക്തതയില്ല. പക്ഷേ ഈ SP ഓഫീസിൽ നിന്നും അസഭ്യം പറഞ്ഞിട്ടില്ല എന്നാണ് SP ഓഫീസിന്റെ നിലപാട്. അത്തരത്തിലൊരു അസഭ്യവർഷം നടത്തിയിട്ടില്ല. പക്ഷേ നമ്മൾ ഈ ഓഡിയോ കേൾക്കുന്നത് ഏത് തെണ്ടിയാണ് വിളിക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഓഡിയോയിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. അതാണ് ഇവിടുത്തെ പോലീസുകാരനെ പരാതി നൽകാൻ ഇവിടുത്തെ പോലീസുകാരനെ പ്രേരിപ്പിക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ നേരിട്ട് SP വിളിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു എന്നാണ് പറയുന്നത്. റിഫ്ലക്ടർ ആവശ്യപ്പെട്ട് ട്രാഫിക് SHO അല്ലെങ്കിൽ പെരുമ്പാവൂർ ASP ആയിരുന്നു അദ്ദേഹം എന്തെങ്കിലും പരാതി ഉണ്ടായിരുന്നെങ്കിൽ വിളിക്കേണ്ടത്. SP ഓഫീസിലേക്ക് നേരിട്ട് വിളിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ലായിരുന്നു. മാത്രമല്ല ഈ ഫോൺ സന്ദേശം റെക്കോർഡ് ചെയ്ത് പോലീസുകാരുടെ തന്നെ വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെ പ്രചരിപ്പിച്ചത് വലിയ അച്ചടക്ക ലംഘനമാണെന്നാണ് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകുന്നത്. അത്തരത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് നൽകിയാൽ തന്നെ ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ പരാതിക്കാരനായ പോലീസുകാരനെതിരെ അച്ചടക്ക നടപടി എടുക്കാനാണ് നിലവിൽ പോലീസ് തീരുമാനം. ശരി, ഏതായാലും SP ഓഫീസിലേക്ക് വിളിച്ച പോലീസുകാരനെതിരെ നടപടി ഉണ്ടാകാനാണ് സാധ്യത. അദ്ദേഹം അച്ചടക്ക ലംഘനം കാട്ടി എന്നാണ് പറയുന്നത്. നിതിൻ സേവ്യറാണ് വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്നും.